ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ റെഡ് ക്ലിഫ്സ് ലുക്കൗട്ട് എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. റെഡ് ക്ലിഫ്സിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഓസ്ട്രേലിയയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രസക്തമായ സ്ഥാനമുള്ള ഒരു പ്രദേശമാണ് റെഡ് ക്ലിഫ്സ് ലുക്കൗട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 സംസ്ഥാനങ്ങളുടെ സംഗമസ്ഥാനമാണ് ഈ സ്ഥലം. ഓസ്ട്രേലിയയിലെ പ്രസിദ്ധമായ വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ്, സൗത്ത് ഓസ്ട്രേലിയ എന്നീ 3 സംസ്ഥാനങ്ങളുടെ സംഗമസ്ഥാനമാണ് ഈ പ്രദേശം. എന്ന് പറഞ്ഞാൽ ഈ 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു എന്ന പ്രത്യേകതയാണ് ഈ പ്രദേശത്തിനുള്ളത്. ഈ പ്രദേശത്ത് വലിയ ആകർഷകമായ കാഴ്ചകളൊന്നും നമുക്കായി കാത്തിരിക്കുന്നില്ല എങ്കിൽ പോലും നിരവധി സന്ദർശകർ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്ത് ഇവിടം സന്ദർശിക്കാറുണ്ട്. അതിൻ്റേതായ തിരക്കും ഇവിടെ അനുഭവപ്പെടാറുമുണ്ട്. പ്രകൃതി രമണീയമായ കുറ്റിക്കാടുകളും വൻവൃക്ഷങ്ങളും സ്വാഭാവിക വനങ്ങളും ഒക്കെ ഇടതിങ്ങിയ ഒരു വന്യമായ പ്രദേശമാണ് റെഡ് ക്ലിഫ് ലുക്കൗട്ട്. വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ് എന്നീ സംസ്ഥാനങ്ങളെ വേർതിരിക്കുന്ന മുറൈ റിവർ ഈ ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ താഴ്വാരത്തിലൂടെയാണ് പ്രസിദ്ധമായ മുറൈ നദി, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന മുറൈ നദി ഒഴുകി കടന്നു പോകുന്നത്. ഈ മുറൈ നദിയുടെ മറുവശം, അങ്ങേ വശമാണ് ന്യൂ സൗത്ത് വെയിൽസ് എന്ന സംസ്ഥാനം. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രദേശമാണ് അത്. ഈ നദിയാണ് അതിൻ്റെ അതിർത്തി പങ്കിടുന്നത് എന്നുള്ളത് ഈ റെഡ് ക്ലിഫ് ലുക്കൗട്ട് എന്ന പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി സന്ദർശകർ വരികയും കാണുകയും ചെയ്തു പോകുന്നു എന്ന തരത്തിൽ ഇത് ശ്രദ്ധേയമായിരിക്കുന്നു. ഈ നദിയുടെ ഇങ്ങേക്കരയിൽ നമ്മൾ നിൽക്കുമ്പോൾ വലിയ ചെങ്കുത്തായ ഒരു മൺചട്ടിയുടെ മുകൾ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ തരത്തിൽ നിരന്ന് പരന്നൊഴുകുന്ന മുറൈ റിവർ, അതിൻ്റെ കാഴ്ചകളും നമുക്ക് കാണാം. വളരെ അപകടകരമായ ഒരു മൺതിട്ടയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ സുരക്ഷിത വേലികളൊക്കെ നിർമ്മിച്ച് ഇവിടെ സന്ദർശനമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിനുള്ളിലും ഒക്കെ കടക്കാതെയുമൊക്കെ ആളുകൾ ഈ പ്രദേശം സന്ദർശിക്കുകയും ഇവിടെ വന്ന് കാഴ്ചകൾ ആസ്വദിക്കുകയും ഫോട്ടോഷൂട്ടും മറ്റും നടത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രത്യേകതയും ഈ പ്രദേശത്തിനുണ്ട്. ഈ മുറൈ റിവർ എന്ന് പറയുമ്പോൾ അത് ഓസ്ട്രേലിയയുടെ വിവിധ സംസ്ഥാനങ്ങളെയും വിവിധ നഗരങ്ങളെയും വിവിധ വനപ്രദേശങ്ങളെയും ഒക്കെ കൂടുതൽ മനോഹരമാക്കി നിരന്ന് ഒഴുകുന്ന പ്രസിദ്ധമായ ഒരു നദിയാണ്. ഈ നദിയുടെ പേരിൽ പ്രസിദ്ധമായ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഓസ്ട്രേലിയയിലുണ്ട് എന്നുള്ളതും ഈ നദിയെ കൂടുതൽ പ്രസിദ്ധമാക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന നദിയുടെ അപ്പുറമുള്ള ഭാഗമാണ് ന്യൂ സൗത്ത് വെയിൽസ് എന്ന സംസ്ഥാനം. ഈ സംസ്ഥാനത്തിൻ്റെ അതിർത്തി പ്രദേശവും ഈ പുഴയുടെ ഇക്കരെ ഭാഗത്ത് നിന്നും കാണാൻ കഴിയുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്തുള്ള ഭാഗം സൗത്ത് ഓസ്ട്രേലിയയുടെ ഭാഗമാണ്. അത്തരത്തിൽ സൗത്ത് ഓസ്ട്രേലിയ, ന്യൂ സൗത്ത് വെയിൽസ്, വിക്ടോറിയ എന്നീ 3 സംസ്ഥാനങ്ങളും സംഗമിക്കുന്ന ഒരു സംഗമ ഭൂമിയായി ഇത് മാറുന്നു. ഈ മൺതിട്ടയുടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ചെങ്കുത്തായ ഇറക്കമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഇതുവഴി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ അല്പം റിസ്ക് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാം. മുഴുവനെയുമല്ല എങ്കിൽ അതിലേക്ക് ഇറങ്ങി നടന്ന് പോവുകയും കാഴ്ചകൾ കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. പുഴയുടെ ഈ കരയിലായി സ്വാഭാവികമായി രൂപപ്പെട്ടത് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള വളരെ ചെറുതായ അപകടകരമായ മൺതിട്ടയാണ് സ്ഥിതി ചെയ്യുന്നത്. വിദേശികളും സ്വദേശികളും ആഭ്യന്തര വിനോദസഞ്ചാരികളും അടക്കമുള്ള ആളുകൾ നിരവധി ഇവിടെ വന്ന് കടന്നു പോകുന്നുണ്ട്. വന്യമായ വനപ്രദേശത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതും
ഒരു പ്രത്യേകതയാണ്. നിരവധി ആളുകൾ വന്ന് കടന്നു പോകുന്നുണ്ട് എങ്കിൽ പോലും അതിൻ്റേതായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ അഭാവമല്ല, നേരെമറിച്ച് പ്രകൃതിയോടിണങ്ങിയുള്ള വിനോദസഞ്ചാര വികസനം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന് ഈ നദീതീരത്ത് പരിപാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സൗത്ത് ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരമായ അഡിലെയ്ഡ് നഗരത്തിൽ നിന്നും വിക്ടോറിയയുടെ തലസ്ഥാനമായ മെൽബൺ നഗരത്തിലേക്കുള്ള യാത്രാമധ്യേ ഏതാണ്ട് അഡിലെയ്ഡ് നഗരത്തിൽ നിന്നും 450ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ എത്തിച്ചേരുന്ന മിൽഡൂര എന്ന നഗരത്തിൻ്റെ സമീപത്താണ് ഈ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന ഖ്യാതി നേടിയിട്ടുള്ള റെഡ് ക്ലിഫ്സ് ലുക്കൌട്ട് എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നഗരങ്ങളും തമ്മിൽ സംഗമിക്കുന്ന സംഗമഭൂമിയായ മിൽഡൂരയിൽ ആളുകൾ വന്ന് ടൂറിസം ലക്ഷ്യമാക്കി വന്ന് താമസിക്കുകയും ഇത്തരം കാഴ്ചകൾ കാണുകയും ആ തരത്തിൽ തന്നെ ഇവിടെ ആളുകൾ നിരവധി എത്തിച്ചേരുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട്. സമയം സന്ധ്യയോടെടുക്കുന്നതിനാൽ ദൃശ്യങ്ങൾ അല്പം അവ്യക്തമാണെങ്കിലും മനോഹരമായ ഒരു പ്രദേശമാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്ന ഈ സ്ഥലം എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.